റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം മുതലപ്പുഴയ്ക്കായി പ്രഖ്യാപിച്ച 177 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതിന് മുൻപ് പ്രവൃത്തികൾ ഇന്ന് ആരംഭിക്കും. അഴിമുഖത്ത് നിന്ന് ടെട്രാപോഡുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ആദ്യം. ബോട്ടുകൾ ടെട്രോപാഡിൽ അടിച്ചുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് നിർണായക ഇടപെടലെന്ന് അധികൃതർ വ്യക്തമാക്കി. പദ്ധതി നടത്തിപ്പിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ മുതലപ്പുഴയിൽ എത്തിക്കുന്നു. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, പദ്ധതികളുടെ ഒരു നിർവഹണത്തിലേക്ക് നേരത്തെ തന്നെ കടക്കുകയാണ്. എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ? സുജയ, ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസമാണ് 177 കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്രം അംഗീകരിച്ചത്. നിലവിൽ ഇതിൽ 106 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ബാക്കി 66 കോടി രൂപ സംസ്ഥാന സർക്കാരുമാണ്. പ്രധാനമായിട്ടും നിലവിൽ ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള വേഗതയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണം വരുന്നത് കാലവർഷമാണ്. ഈ കാലവർഷത്തിന് മുന്നോടിയായിട്ട് ഈ മുതലപ്പുഴ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ ഇപ്പോൾ നീക്കം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പ്രതിസന്ധി ഒഴിയുന്നില്ല. ഇതിന് ഉള്ളിൽ ടെട്രോപാഡുകളും വലിയ പാറ കഷ്ണങ്ങളുമുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ലോങ് ബൂം എക്സ്കവേറ്ററുകൾ എത്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എക്യുപ്മെന്റ്സുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഈ സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളതാണ് നിലവിൽ ഈ പോർട്ടിന്റെ അധികാരികൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ തന്നെ 5 ഹാർബറുകൾ വികസിപ്പിക്കുക കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും 13 കോടി രൂപയാണ് നിലവിൽ തീരദേശ സംരക്ഷണത്തിന് മാത്രമായിട്ട് മുതലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ 106 കോടി രൂപ നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 40% തുകയും ഈടാക്കുന്നുണ്ട്. എന്തായാലും മുതലപ്പുഴയിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏറെക്കാലമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ മുതലപ്പുഴ അഴിമുഖം ഒരു സൗഹൃദപരമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ പണിക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ പലപ്പോഴും അപകടപ്പെടുന്ന ഒരു അഴിമുഖമായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പൊഴിയായിട്ട് മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളിതുവരെ 78ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു പൊഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പ്രധാനമായും ഈ മത്സ്യബന്ധനത്തിൽ പോകുന്ന ബോട്ടുകളും വള്ളങ്ങളും പ്രധാനമായി തട്ടിമറിയുന്നത് വലിയ തിരമാലകൾ അടുക്കുമ്പോൾ ഈ ടെട്രോപാഡുകളിലും അടിയിലുണ്ടാകുന്ന പാറകളിലും തട്ടിയാണ് ഈ ബോട്ടുകൾ മറിയുന്ന ഒരു സാഹചര്യം. ഇതിൽ മറിഞ്ഞതിന് ശേഷം ഈ പാറകളിലും ടെട്രോപാഡുകളിലുമാണ് മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും അവരുടെ തലയടക്കം ചെന്ന് ഇടിച്ചാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് ഈ ടെട്രോപാഡുകൾ നീക്കുക എന്നുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. എന്തായാലും ലോങ് ബൂം എക്സ്കവേറ്ററിൽ എത്തിച്ചുകൊണ്ട് ഈ മുതലപ്പുഴയിലെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സുജയ. ഓക്കെ, ടെട്രാപോഡുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. മുതലപ്പുഴയ്ക്കായി പ്രഖ്യാപിച്ച 177 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയുടെ ഔദ്യോഗികമായ തുടക്കത്തിന് മുമ്പ് തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.